വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് അനക. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനു മുന്നേ ഞാൻ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത് പോവുക, എന്താ പറയുക, മെയിനായിട്ട് പോകേണ്ടത് വെച്ചാൽ ദുബായിലെ സുഡിയോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നാട്ടിലെ സുഡിയോയിൽ മാത്രമേ പോയിട്ടുള്ളൂ. ദുബായിലെ സുഡിയോയിൽ നമ്മൾ ആരും പോയിട്ടില്ല. പോയിട്ടുണ്ടോ? അപ്പോൾ ജസ്റ്റ് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ദുബായിൽ ഞാൻ സുഡിയോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് സുഡിയോ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സുഡിയോ പോലെയാണോ എന്ന് അറിയാൻ. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ യൂണിയൻ മെട്രോയിലാണ് പോകുന്നത്. ദുബായിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റൂള് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാര്യം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അത് കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് ദുബായിൽ സീബ്ര ലൈൻ അല്ലാതെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് സീബ്ര ലൈനിൽ കൂടെ മാത്രമേ ഒക്കെ ക്രോസ് ചെയ്യാൻ പറ്റൂ. വേറൊരു വഴി കൂടെ നമുക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനാണ്. അതായത് ഇപ്പം നമ്മൾ നാട്ടിൽ കൂടെ ഇടയ്ക്ക് റോഡൊക്കെ മുറിച്ച് കിടക്കില്ലേ, അതേപോലെ അങ്ങനെയൊന്നും ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെ അങ്ങനെ എന്ന് വെച്ചാൽ ഇവിടെ അതിനൊരു റൂളുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് പാലിച്ചേ പോകത്തുള്ളൂ. എത്ര ഇനി വലിയ ആൾക്കാരാണെങ്കിൽ കൂടി നമ്മൾ സീബ്ര ലൈനിൽ നിൽക്കുവാണോ അവർ വണ്ടി നിർത്തിയിരിക്കും. അങ്ങനെ അത് നല്ലൊരു റൂളായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അങ്ങനെ ക്രോസ് ചെയ്യാതെ നിൽക്കുവാണെങ്കിൽ തന്നെ അവരെന്തായാലും ഫൈൻ അടിക്കും, അത് ഉറപ്പാണ്. അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ആരും അത് പാലിക്കാറില്ല. അതാണ് മെയിനായിട്ട്. പക്ഷേ ഇവിടെ എല്ലാവരും അത് പാലിക്കാറുണ്ട് കേട്ടോ. അതെനിക്കിവിടെ വന്നപ്പോൾ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് വേണം യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ. അവിടെ അടുത്തായിട്ടൊരു മാളിലാണ് ഈ സ്റ്റുഡിയോ വരുന്നത്. ഞാനിപ്പോൾ ടാപ്പ് ചെയ്തൊരു കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതാണ് ഇവിടുത്തെ നോയൽ കാർഡ്. ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ബസ്സിലായാലും മെട്രോയിലായാലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂ. അത് ഇവിടുന്ന് UAE ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത കാർഡാണ്. നമുക്ക് മെട്രോ സ്റ്റേഷനിലായാലും ഇനി ബസ് സ്റ്റേഷനിലായാലും നമുക്ക് ആ കാർഡ് വാങ്ങാൻ പറ്റും. അതിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ട് വേണം ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ അല്ലാതെ ക്യാഷ് കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡായിരുന്നു. നമ്മൾ മെട്രോയിലായാലും സ്റ്റേഷനിലായാലും നല്ല രീതിക്ക് ക്രൗഡായിരുന്നേ. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ദുബായിൽ, അല്ലേ? കാറോ? ഓക്കെ. ഈ കുട്ടി റിച്ച് ആണെന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്കാണ് ജോലി കിട്ടിയത്. പക്ഷേ വന്നു നമ്മൾ മെട്രോ വന്നു. പക്ഷെ ഇതിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ടേ. ഫൈനലി നമ്മൾ മെട്രോയിൽ കയറി. കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉന്തും തള്ളമൊക്കെ ആയിട്ട് കയറി. ഫസ്റ്റ് ബോഗിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഒരു അണ്ടർ ബൈപ്പാസിലൂടെ പോകുന്ന രീതിക്കുള്ള ഒരു വ്യൂ. പിന്നെ എന്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് പോലെ മെട്രോയിലും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. യൂണിയൻ ഇറങ്ങി ഇനി ഇവിടെ നിന്ന് മാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകാം, അല്ലേ? അല്ലാതെ ആർക്കും പോയി പരിചയമൊന്നുമില്ലല്ലോ. മെട്രോയിൽ ഇൻ ചെയ്തതുപോലെ ഔട്ട് ചെയ്യാൻ നേരത്തും ഈ ട്രാവൽ കാർഡ് യൂസ് ചെയ്ത് ഔട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എക്സിറ്റ് 2 വഴിയാണ് പുറത്തേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് കുറച്ച് നടക്കേണ്ട ദൂരമാണെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ സീബ്ര ക്രോസിംഗ് എന്നല്ലാതെ വേറൊരു ക്രോസിംഗ് വഴി നമുക്ക് പറ്റില്ല എന്ന്. കണ്ടോ, ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ വേറൊരു ഇതാണ് ഈ ട്രാഫിക് ലൈറ്റ്. ഇവിടെ ഗ്രീൻ കളറ് നമുക്ക് നടക്കണം, അത് മീൻസ് ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ റെഡ് എന്നുള്ളത് മാറി ഗ്രീൻ കളർ ആവണം. എന്നാലാണ് നമുക്ക് വാക്ക് ചെയ്യേണ്ടത് ഗ്രീൻ കളർ ലൈറ്റ് കത്തുമ്പോഴാണ്. എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല ഫ്രെയിം അല്ലേ ഇത്? നോക്കിയ നല്ല ഫ്രെയിം. യൂണിയൻ ഇറങ്ങിയിട്ട് ഏത് മാളിലാന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല അല്ലേ? ഇപ്പൊ പറയാട്ടോ. നന്ദു, മാളിന്റെ പേരെന്താ? സോറി, ഫൈനലി സ്റ്റുഡിയോ കണ്ടു കേട്ടോ. ഇതാണേ. നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യം അവിടെ എൻട്രൻസ് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് നടക്കുമ്പോൾ തന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ കളക്ഷൻസ് ഒക്കെ നോക്കിട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസും ഉണ്ട്. നമ്മുടെ നാട്ടിൽ 199 ടീഷർട്ട് കാണില്ലേ, അതേപോലെ ഇവിടെ ഇട്ടേക്കുക. 15 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ഒരു 1 തരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 24 സംതിങ് വരും. അപ്പോൾ ഏകദേശം ഒരു 360 അതൊക്കെ മേലെ വരുന്ന ഡ്രസ്സാണ്. 199. ഇതാണ് ഇവിടുത്തെ ബേസിക്. നമ്മുടെ അവിടെ 199 അല്ലേ ഏറ്റവും ബേസിക് വരുന്നത്. ഇവിടെ അതിന് പകരം 15 തരംസാണ്. ഈ പറയുന്ന ഇതിന് 35 ഇവിടെ പൊതുവേ ദുബായിലെ ഡ്രസ്സിന് ഭയങ്കര റേറ്റാണ്. ഇതെനിക്കിഷ്ടമായി. നൈസ്. ഇത് 35.
മോശമില്ലാത്ത രീതിയിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളെ നാട്ടിൽ റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി വാങ്ങാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. പിന്നെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോളാണ്. അത് ഇവിടെ ഇല്ല, അതിവിടെ കുറവാണ്. അതിന് വേണ്ടി ഇങ്ങനെ ഞാൻ തപ്പി നടക്കുക. അപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. ടോപ്പ് ഓക്കെ, നല്ലതില്ല, നല്ലതല്ലേ? ഇതിന് എത്രയാ? 19. എടാ 19 ഇത് നല്ല വെർത്താണിത്. ഒരു പ്രശ്നമുണ്ട്, ഇത് കണ്ടോ, 5 to 6 ഇയേഴ്സ്. പക്ഷേ എൻ്റെ ശരീരത്തെ എക്സ്ട്രാ സ്മോളാണ് ഞാൻ പൊതുവെ എടുക്കാറ്. പക്ഷേ എനിക്കിത് കറക്റ്റാണ്, എൻ്റെ കറക്റ്റ് സൈസാണിത്. ഇതിൽ കൂടുതലെടുത്ത് എനിക്ക് ലൂസായിരിക്കും. എനിക്കിത് കറക്റ്റാണ്, എനിക്കിത് ഇഷ്ടമായി. എൻ്റെ സൈസിലുള്ള ഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാൻ അത് എങ്ങനെ ഉണ്ടാവും, എനിക്ക് വെച്ചിട്ട് ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. എനിക്കൊരു ഇഷ്ടമായി. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ചോദിക്കണമല്ലോ. മീൻസ് അവരെന്തായാലും ട്രോളോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവരോട് കൂടി ചോദിച്ചു, അവർക്ക് ഓക്കെ ആന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താക്കി, ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? നൈസല്ലേ? എനിക്ക് വേറെ കുറേ ചെരുപ്പ് ഇഷ്ടമായെങ്കിലും പക്ഷെ എൻ്റെ സൈസ് ഇല്ലടാ. ഞാൻ 36, 37 ഓരോ. പക്ഷെ എനിക്കിത് ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് എടുത്താലോ എന്ന് വിചാരിക്കുക. ഡെയിലി വെയർ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇതൊന്ന് എടുത്താലോ എന്ന് വിചാരിക്കുക. വേറെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ സൈസ് ഇല്ലടാ, അതാണ് പ്രശ്നം. ഇതൊക്കെ ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. പക്ഷെ എനിക്ക് ഈ വൈറ്റ് ഇല്ലേ, ഈ കാണുന്ന വൈറ്റ്, ഇതും ആ വയലറ്റും ആണ് എനിക്ക്. വൈറ്റ് ഓൾറെഡി ഞാൻ മുന്നേ കുറേ ആൾക്കാർ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതും എനിക്കിഷ്ടമായി, ഇതും എനിക്കിഷ്ടമായി. അപ്പോൾ ഇതിലേതാ എടുക്കേണ്ടതെന്നുള്ള ഫൈനലൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. നൈറ്റ് വെയേഴ്സ് ഉണ്ടടാ, നൈറ്റ് വെയേഴ്സ് നല്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നല്ലയില്ലേ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഇത് 29 ഒക്കെ ഉള്ളൂ ഈ ഇതിന്. സുഡിയോയിലെ ജ്വല്ലറീസിലെ സ്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇച്ചിരി കളക്ഷൻ കുറവായിട്ടാണ് തോന്നിയത്. ഉണ്ട്, എന്നാലും എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസൊക്കെ കുറവായിരുന്നു. വൈറ്റ് ഇഷ്ടമായിരുന്നേ, പക്ഷെ അത് എൻ്റെ സൈസിനില്ല. ഇത് മീഡിയമാണ്. ഈ ബ്രൗൺ ഡ്രസ്സില്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്ന വൈറ്റും അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സൈസില്ല. അതുകൊണ്ട് നോക്കിയിട്ടങ്ങ് വിട്ട്. ഇത് ബോയ്സിൻ്റെ സെക്ഷനാണേ. ബോയ്സിനും അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബോയ്സിൻ്റെ ടീഷർട്ടും ഷർട്ട്സും ഒക്കെയാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ചെക്ക് ഷർട്ട് ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ അവനും എൻ്റെ പോലെ ചെറിയൊരു മിനിറ്റ് സൈസാണ്. അപ്പോൾ അവന് പറ്റിയ സൈസും ഒന്നും ഇഷ്ടമായില്ല. അല്ല, ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട തൊട്ട് സൈസും ഇല്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കി. പക്ഷെ നല്ല ഭംഗിയുണ്ടടാ, നല്ല. ബോയ്സിനായാലും ഫോർമൽ വെയർസും ഉണ്ടായിരുന്നു. ഇതുപോലെ ടീഷർട്ട് നമ്മൾ നേരത്തെ 15 ദിർഹംസിന് കണ്ട പോലെ ഇവർക്ക് 25 ദിർഹംസിന് ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കാമെന്ന് കരുതി. ഞാൻ അവിടെ മൊത്തം തപ്പിയായിരുന്നു എനിക്ക് പറ്റുന്ന ഡ്രസ്സ് വല്ലതും ഉണ്ടോ എന്നുള്ള രീതിക്ക് ഞാൻ നോക്കി. പക്ഷെ അവിടെ എക്സ്ട്രാ സ്മോൾ ഇല്ലടാ. ഞാൻ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടാവും. ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എടാ, ഞാൻ സുഡിയോയിലെ കളക്ഷനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോളാണ്. അപ്പോൾ അതിന് പറ്റിയ കളക്ഷൻസ് വളരെ കുറവാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു ബ്രൗൺ കാണിച്ചില്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അത് സ്മോൾ സൈസാണ്. പക്ഷെ അത് എടുത്താലുള്ള സംഭവം എന്ന് വെച്ചാൽ ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഓൾട്ടർ ചെയ്യാൻ പിന്നെ വീണ്ടും ഞാൻ ദുബായിൽ തപ്പി നടക്കേണ്ടി വരും. ഓൾട്ടർ ചെയ്യാൻ ഇവിടെ നന്നായിട്ട് അത്യാവശ്യം നല്ല എമൗണ്ട് ആവും, ജസ്റ്റ് ഒരു ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം. അതുകൊണ്ട് ഞാൻ കരുതി എക്സ്ട്രാ സ്മോൾ നമ്മുടെ സൈസിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ പിന്നെ എടുക്കാത്ത. അപ്പം നമുക്ക് എടുത്ത ഡ്രസ്സൊന്ന് ഇട്ട് നോക്കാം, എന്നിട്ട് ഫൈനൽ ചെയ്യാം ഏതാ എടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ ആ ചെരുപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ആ ചെരുപ്പും കൂടെ നോക്കി കണ്ടു. ഞാൻ ആ 5, 6 വയസ്സുള്ള കുട്ടികളുടെ സെക്ഷൻ ചെയ്ത് എടുത്തില്ലേ, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. മോശം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനത്തെ സൈസ് എനിക്ക് മാച്ച് ആവുള്ളൂ. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതെടുക്കാമെന്ന് കരുതി. എനിക്കിഷ്ടമായി. നല്ല ഫാബ്രിക്കാണ്, തുണി നല്ല സോഫ്റ്റ് തുണിയാണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. മീൻസ് അങ്ങനെയല്ല, എനിക്ക് ഇവിടെ ഇങ്ങനെ ചില ഡ്രസ്സിനൊക്കെ സ്വീക്കൻസസ് വെക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തുമൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊന്നുമില്ല. നൈസാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നൈസാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതെടുക്കാം. എനിക്ക് ഇത് കൈ കേട്ടോ നല്ല ലൂസാണ്. പിന്നെ അത്യാവശ്യം നീളം നോക്കി ഷർട്ട് പോലത്തെ ഡ്രസ്സാണ്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഒരു ഡ്രസ് കുറവുള്ള പോലെ, എനിക്കത് ഇഷ്ടമായില്ല. കണ്ടോ, എനിക്ക് എന്തോ ഒരു കുറവുള്ള, എനിക്കൊരു വൃത്തികേട് ഫീൽ ചെയ്യുന്നു. അപ്പം നമുക്ക് ആ വൈറ്റ് തന്നെ എടുക്കാം. കാരണം വേറെ ഇല്ലടാ, ഡ്രസ്സ് നോക്കിയിട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കൊന്നും ഇല്ല. അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ കൊടുത്തിട്ട് മറ്റേ നമുക്ക് എടുക്കാം. ഞാനൊരു വയലറ്റ് കളർ ചെരുപ്പ് എടുത്തില്ലായിരുന്നു, അതെൻ്റെ സൈസ് പറ്റിയില്ല. പിന്നെ ഈ വൈറ്റിലേക്ക് തന്നെ വീണ്ടും പോയി. ഇതൊക്കെ എടുത്തു കഴിഞ്ഞു. ജസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ
അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, തിരിച്ച് റൂമിലോട്ട് പോവാ. ചെറിയൊരു വ്ളോഗാണ്. വീഡിയോ പെട്ടെന്ന് എൻ്റെ ആയ പോലെ തോന്നിയല്ലേ? എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു, ഒരു ഫിനിഷിംഗ് ഇല്ലാതെ. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുമ്പോഴേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. വീണ്ടും ഞാൻ പുതിയ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.